ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ഞാനിതേ രാവിലെ 4 മണിക്ക് എണീറ്റ് ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കാൻ തുടങ്ങിയിട്ട് 15 ദിവസമായി. അപ്പോൾ വളരെ സന്തോഷം, ഭഗവാൻ എന്നെ എന്താ പറയുക, എനിക്ക് ആ അനുഗ്രഹം തന്നതിന്. ഇന്നിപ്പോൾ 15ാമത്തെ ദിവസം വളരെ സന്തോഷത്തിൽ ഞാൻ വിളക്ക് വെക്കാൻ പോവുകയാണ് ഭഗവാനായിട്ട്. അപ്പോൾ 15 ദിവസമൊക്കെ ആയി പറയുമ്പോൾ ഭയങ്കര ഒരു ഇത് കേട്ടോ. ഇനി 48 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ ഇതേപോലെ തന്നെ എന്നും വിളക്ക് വെക്കാനാണ് കേട്ടോ ആഗ്രഹം. 48 ദിവസമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാണ് കേട്ടോ നമുക്കുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ, നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മളിത് 15 ദിവസമായിട്ടോ, 15 ദിവസമായി നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കാൻ തുടങ്ങിയിട്ട്. വളരെ സന്തോഷമാണ്. അതിൽ ഭഗവാനോട് നന്ദി പറയുന്നു. ഇനി 48 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യാനും അതേപോലെ തന്നെ ദിവസം എണീക്കാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈശ്വര. അപ്പം ഞാനിതേ രാവിലെ കോലമിടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് വലുതാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതേ കോല ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഉദ്ദേശിച്ചത് ഇതായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് വന്നപ്പോൾ ഇതുപോലെയൊക്കെ ആയിട്ടോ. അപ്പോൾ ഈ കോലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനങ്ങനെ കോലമൊക്കെ ഇട്ടത് വിളക്ക് വെക്കാൻ വരികയാണ് കേട്ടോ. അപ്പോൾ കോലം നമ്മൾ അമാവാസി ദിവസങ്ങളിൽ ഇടാൻ പാടില്ല കേട്ടോ. ഇല്ലാത്ത ദിവസം എല്ലാ ദിവസങ്ങളിലും ഇടാം, പക്ഷേ അമാവാസി ദിവസങ്ങളിൽ മാത്രം ഇടാൻ പാടില്ല. അപ്പോൾ ഞാനത് തലേ ദിവസമൊക്കെ വിളക്കൊക്കെ കഴുകി വെച്ചതാണ്. അപ്പോൾ പൂവ് ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് പൂവായിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാനിത് ഭഗവാനും എല്ലാവർക്കും വെച്ചു. ഇനി നാളേക്കും കൂടി ഉണ്ട് കേട്ടോ പൂവ്. അപ്പോൾ അത് വെച്ചതിന് ശേഷം ഞാനിത് ഭഗവാന് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ശരിക്കും നടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ അത് സത്യമാണ് എന്നുള്ളതിൽ ഒരു ചെറിയ സൂചനകളൊക്കെ എനിക്ക് ദൈവം തരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് 48 ദിവസം വിളക്കൊക്കെ വെച്ചതിന് ശേഷം എനിക്ക് എന്താണ് മാറ്റം ഉണ്ടായത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യും. 3 to 5 ഉള്ളിലാണ് കറക്റ്റ് ബ്രഹ്മമുഹൂർത്ത ടൈം എന്ന് പറയുന്നത്. പിന്നെ സൂര്യൻ ഉദിക്കുന്ന സമയം നമുക്ക് ചിലപ്പോൾ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5:30 വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ സമയത്ത് അതായത് 3 to 5 ഉള്ളിലാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കേണ്ട സമയം. ഈ ടൈമിങ്ങിൽ അത്രേ ബ്രഹ്മാവും അതേപോലെ തന്നെ മുക്കോടി ദൈവങ്ങളും വന്നിട്ട് നമ്മുടെ ഭൂമിയെ നോക്കുന്ന സമയം കേട്ടോ. ആ സമയത്ത് ഭൂമിയിൽ നമ്മൾ കിടന്നുറങ്ങാതെ ഇതേപോലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം മൊത്തം നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. അതേപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് എണീറ്റ് വിളക്ക് വെക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ് കേട്ടോ. അപ്പോൾ ഭൂമിയിലേക്ക് നോക്കുന്ന സമയം നമ്മൾ ഇതേപോലെ വിളക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഒന്നില്ലെങ്കിൽ അത് നടക്കാനും ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വരെ എത്താനും നമുക്ക് സാധിക്കുന്നതാണ് പറയണത്. അത് ഈ 48 ദിവസത്തിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ പീരീഡ് ടൈം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ അത് സാധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും രാവിലെ ഇതേപോലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ ശ്രമിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് എണീറ്റ് നമ്മൾ വിളക്ക് വയ്ക്കുക, നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിത് സ്കന്ദഷഷ്ടി വായിക്കുകയാണ്. സ്കന്ദഷഷ്ടിയൊക്കെ വായിച്ച് ഞാൻ TV ഓൺ ചെയ്ത് പാട്ടിടാമെന്ന് വിചാരിച്ചാണ് കേട്ടോ, സ്വാമി പാട്ട്. അപ്പോൾ നേരെ നോക്കിയപ്പോൾ ഇതേ മുരുകൻ്റെ അഭിഷേകമൊക്കെയാണ് കണ്ടത്. അപ്പോൾ കുറച്ച് നേരം അതിരുന്ന് ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തൊട്ട അമ്പലത്തിൽ ദേവീ ക്ഷേത്രത്തിലേക്ക് പോയി കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ രാവിലെ ഒരു 6 മണി 6:15 ആകുമ്പോൾ ഞാൻ ദേവീ ക്ഷേത്രത്തിലേക്ക് പോയി എന്നിട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്ന് ദേവീനെ തൊഴാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അങ്ങനെ രാവിലെ ഇതേ വന്നു, ചായയൊക്കെ വെച്ചു. ഇന്ന് നന്ദുവിന് കുറച്ച് ഫീവറും അതേപോലെ ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിന് വിടുന്നില്ല. നന്ദുവിന് പോകുന്നില്ല എന്ന് പറഞ്ഞതും ഏട്ടല്ലാതെ ഞാനും പോവില്ല സ്കൂളിലേക്ക് എന്ന് കണ്ണനും പറഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി അമ്മ മാവ് കുഴയ്ക്കുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ ഇതേ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. കണ്ണൻ ഇതേ പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ബ്രഷും പേസ്റ്റൊക്കെ എന്നത്തെയും പോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണൻകുട്ടിക്ക് പിന്നെ ഈ പല്ല് തേക്കാനൊന്നും അത്ര മടിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റി. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഇതേ കണ്ണനെയും നന്ദുവിനെയൊക്കെ വിട്ടിട്ട് നന്ദുവിന് പനിയായതുകൊണ്ട് നന്ദു വന്നില്ല, നന്ദു വരാത്തത് കൊണ്ട് കണ്ണനും വന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇതേ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. പരിയാനംപറ്റ ദേവി ക്ഷേത്രത്തേക്കാണ്. അപ്പോൾ പരിയാനംപറ്റ ദേവി ക്ഷേത്രമൊക്കെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ലൊരു ദേവി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന ദേവിയാണ്. അപ്പോൾ ഞാൻ 1.5 മാസമായിട്ടോ, എന്താ അറിയില്ല, ഒരു മുടക്കം ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ വീക്ക്ലി ഇല്ലെങ്കിൽ 2 വീക്സൊക്കെ ഞാൻ വരുന്നതാണ് കേട്ടോ, വന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ
എത്തുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സമാധാനം കിട്ടും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് നമ്മുടെ പരിയാനംപറ്റ ദേവി. അപ്പോൾ ആരെങ്കിലുമൊക്കെ തൊഴാത്തവരുണ്ടെങ്കിൽ അറിയുന്നുള്ള ക്ഷേത്രമാണെങ്കിൽ എന്തായാലും ഒന്ന് പോവുക, തൊഴുക കേട്ടോ. നല്ല ശക്തിയുള്ള ദേവിയാണ് കേട്ടോ. അപ്പോൾ പരിയാനംപറ്റ ദേവി ക്ഷേത്രം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോണൊന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. നമ്മൾ കൊണ്ടുപോകാം, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലൊന്നും എടുക്കില്ല. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചത് പുറത്തിറങ്ങി കേട്ടോ. അതിന് പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങുകയായി. അപ്പോൾ ആ സമയത്ത് മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തുളിക്കാൻ തുടങ്ങി. ആ സമയത്ത് നമ്മൾ പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്ദുവിന് ഇഷ്ടമല്ല പാൽപ്പായസവും അതേപോലെ തന്നെ കണ്ണന് നമ്മുടെ ശർക്കര പായസം. ഈ ചേച്ചി എനിക്ക് പോകുമ്പോഴത്തെ ഒരു മുറുക്ക് വാങ്ങുമെന്ന് ചോദിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒരു മുറുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ രണ്ടും എടുത്തോ മോളി എന്നൊക്കെ പറഞ്ഞു. 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം 50 രൂപയ്ക്ക് മതി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം മേടിച്ചു കേട്ടോ. അപ്പോൾ അവർ മഴയത്ത് ഇങ്ങനെ വിൽക്കുന്നതല്ലേ, അപ്പോൾ അവർക്കൊരു വഴി കച്ചവടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ 50 രൂപ കൊടുത്ത് മുറുക്കും വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ രാവിലത്തെ പൂജ കഴിഞ്ഞാൽ സമയം പറഞ്ഞു കഴിഞ്ഞാൽ 11:30 ആയി. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.